നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫേസിലെ ആ ഗ്ലോ. വേറെ ഒന്നുമല്ല, എൻ്റെ എക്സാം കഴിഞ്ഞു. ഫൈനലി ഞാനൊരു മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റ് ആയി. ആ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ഇറങ്ങി പുറത്തേക്ക്. അങ്ങനെയൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിങ്ങനെ ഇറങ്ങി തന്നെ. എല്ലാ പ്രാവശ്യവും സ്ഥിരം പോകുന്ന സ്ഥലത്തേക്ക് തന്നെ പിന്നെയും പോകുന്നുള്ളത് വെറൈറ്റി ആയിട്ട് എവിടേക്കും പോകാറില്ല. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു, ഓക്കെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലം പിടിക്കാം, നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി നോക്കിയപ്പോൾ അവസാനം കണ്ടുപിടിച്ച സ്ഥലമാണ് ചിലുവമ്പ പാർക്ക്. ഓട്ടോ പിടിച്ച് അവിടെ പോയപ്പോഴല്ലടാ മനസ്സിലായേ, പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ, അതൊരു ജോഗിങ് ഏരിയയാണ്. പിന്നെ ഏതായാലും വന്നില്ലേ, ഒരു 10 മിനിറ്റെങ്കിലും അവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ മോശമല്ലേ, ഓട്ടോ കാശ് വെറുതെ ആവില്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അത് കൂടെ വെറുതെ ഇങ്ങനെ നടന്നു. അതിനിടെ ലേസിന് വേണ്ടിയിട്ട് അടി കൂടുന്ന 2 പേരെയാണ് നിങ്ങളീ കാണുന്നത്. അത് കൂടെയൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാനൊന്നും പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അവിടെ. വെറുതെ അത് കൂടെ ഇങ്ങനെ അലഞ്ഞിരുന്ന് നടന്നു. ലാസ്റ്റ് തീരുമാനിച്ചു, ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം, അതായിരിക്കും ബെറ്റർ എന്ന്. പിന്നെ എവിടെ പോയാലും ഫുഡ് മുഖ്യമാണല്ലോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വേറൊന്നും ആലോചിച്ചില്ല, നേരെ ചായക്കടയിൽ പോയി. ചായക്കട എന്ന് പറയണത് ആ കടയുടെ പേരാണ്. ചായക്കടയിൽ പോയി അവിടെ നിന്ന് കുറേ സ്നാക്കൊക്കെ കഴിച്ചു. ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല, പക്ഷെ അവിടെ പോയാൽ ഞാൻ ചായ കുടിക്കും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് വായിട്ടടിച്ച് അവിടെ അങ്ങനെ നിന്നു. തിരിച്ചു പോയാൽ നമുക്കിനിപ്പോൾ റൂമിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, നമുക്ക് പഠിക്കാനില്ല, എക്സാം മൊത്തം കഴിഞ്ഞില്ലേ. കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. അപ്പോൾ 2 ടീമായി സ്പ്ലിറ്റ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയത്. ഞാൻ ചാടിക്കയറി ഫ്രണ്ട് സീറ്റ് കയറിയിരുന്നു. ഞാനാണ് ടീം ലീഡർ, യുനോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ആക്ച്വലി സ്വാതിയുടെ അമ്മയുടെ ഫ്രണ്ടിനൊരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദേവരാജ് മാർക്കറ്റിലേക്ക് ഒന്നുകൂടി പോയിട്ടുണ്ടായിരുന്നു. ഞാനിട്ടിരിക്കുന്ന ടോപ്പൊക്കെ ദേവരാജ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. തിരിച്ചു വരുമ്പോൾ ഇതാ അവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഇത് കാണുന്നു നമ്മുടെ പാലസ്. ഞങ്ങൾക്കിത് എപ്പോഴും കണ്ടൊരു സ്ഥിരം കാഴ്ചയായി. തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ നല്ലവനായ അമ്മൽ ഞങ്ങൾക്ക് ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് റൂമിൽ പോയി.